ഇന്ന് നമ്മുടെ ഉത്സവത്തിന്റെ മൂന്നാമത്തെ ദിവസമാണ്, തേർഡ് ഡേ ഓഫ് അവർ ഉത്സവം. ഇന്നത്തെ കലാപരിപാടി എന്ന് പറയുന്നത് ഗാനമേളയാണ്. അതുകൊണ്ട് തന്നെ സാരി ഒന്നും ചുറ്റിപ്പോയാൽ ശരിയാവില്ല. അപ്പൊ കയ്യിലുള്ള പഴയ ഒരു ടോപ്പ് എടുത്തിട്ട് ഞാനും പിള്ളേരും അമ്മയും ഇറങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അമ്പലത്തിലെത്തി. അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് തായമ്പകയൊക്കെ കുറച്ചു നേരം ആസ്വദിച്ചുട്ടാ. പിന്നെ നമ്മുടെ പരമുണ്ടല്ലോ, വിളക്കെഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇത് നമ്മുടെ പൗർണമിക്കുട്ടി ഒരു ബർത്ത്ഡേ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് തന്നെ. അപ്പൊ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ പിള്ളേര് സെറ്റ് നമുക്ക് സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് ഇനി അങ്ങോട്ട് ഗാനമേള ആസ്വദിക്കാം. തുടങ്ങിയത് ഒരു ഭക്തിഗാനത്തിലാണെങ്കിലും മെലഡി സോങ്സ് വഴി അടിച്ചുപൊളി പാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ഈ ഒരു പരിപാടിയിലെ പാട്ട് പാടി എല്ലാവരും അടിപൊളിയായിരുന്നു. ഒന്നിനൊന്നും മെച്ചായിരുന്നു. ഞങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഞങ്ങൾ അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചു. നമ്മള് പിന്നെ ഇങ്ങനത്തെ അവസരം കിട്ടാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാണല്ലോ. ആദ്യം അവിടെ ഇരുന്ന് പാടി തുടങ്ങി, പിന്നെ അവിടെ ഇരുന്ന് ആടി തുടങ്ങി, പിന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് ഡാൻസ് കളിച്ച് തിമിർക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരും കൂടി തകർത്തത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഡാൻസ് കളിച്ച് 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 തല കറങ്ങി തുടങ്ങിയിട്ടാണ് കേട്ടോ ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഇരുന്നത്. അപ്പോഴും ഇവര് രണ്ടുപേരും നിർത്തിയിട്ടുണ്ടായില്ല. എന്തായാലും പരിപാടിയൊക്കെ അടിച്ചു പൊളിച്ച് മേൽവേദനയ്ക്ക് എടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ.